പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് പുതുവത്സര ദിനത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഒരു പുതിയ വർഷം ആരംഭിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ പുതിയ പല തീരുമാനങ്ങളും എടുത്ത് നടപ്പിലാക്കി തുടങ്ങുന്ന സമയമാണിത്. പക്ഷെ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു കാരണം, നാം വലിയ തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് നമുക്കത് തുടർന്ന് നടപ്പിലാക്കാൻ പിന്തുടരാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്നതായിരിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കുകയും അത് ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. പക്ഷേ ഭൂരിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ തീരുമാനങ്ങൾ പലപ്പോഴും ഇച്ഛാശക്തിയോടെ പിന്തുടരാനും നടപ്പിലാക്കാനും കഴിയാതെ പോകാറുണ്ട്. ഇതിന് ഒരു പരിഹാരം ചെറിയ തീരുമാനങ്ങൾ എടുക്കുകയും അത് സ്ഥിരമായി പിന്തുടരുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന ഖൈറൽ അമലി മാ ദാമ വ ഇൻ ഖല്ല. കർമ്മങ്ങളിൽ ശ്രേഷ്ഠമായത് സ്ഥിരമായി ചെയ്യുന്നതാണ്, അത് കുറവാണെങ്കിലും കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എന്ന്. വലിയ കാര്യങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ് ശ്രേഷ്ഠം എന്നതാണ് ഈ പ്രവാചക പാഠത്തിൻ്റെ അർത്ഥം. ഒരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ വലിയ കാര്യങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്നതും ശ്രേഷ്ഠം തന്നെയല്ലേ? അതിനും പുണ്യം ലഭിക്കുകയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ പ്രവാചക പാഠത്തിൽ വ്യക്തിത്വ വികാസത്തിൻ്റെ, വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ഒരു തത്വമാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നമ്മൾ സ്ഥിരമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഭാഗമായിട്ട് മാറുന്നു. വ്യക്തിത്വ രൂപീകരണമാണ് അതിലൂടെ നടക്കുന്നത്. അങ്ങനെ നടക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ സ്ഥിരമായി ചെയ്യണം, അത് ചെറുതാണെങ്കിലും. ഏത് കാര്യവും വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ, സ്വഭാവത്തിൻ്റെ അവിഭാജ്യ ഘടകമാകണമെങ്കിൽ അത് സ്ഥിരമായി ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെ സ്ഥിരമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് ചെയ്യുക എന്നത് നമുക്ക് പ്രയാസമില്ലാത്ത സ്വാഭാവികമായ കാര്യമായിട്ട് തീരും. അങ്ങനെ ചെയ്യുന്ന കാര്യം ചെറുതാണ് എന്ന് പ്രവാചകൻ പറയുന്നത് സാമാന്യമായ ഒരർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഫലത്തിൽ അത് മനഃശാസ്ത്രപരമായ അർത്ഥത്തിലാണ് പ്രവാചകൻ ചെറുത് എന്ന് പറയുന്നത്. മാനസികമായി നമുക്കത് ചെറുതാണ്, പക്ഷേ ഫലത്തിൽ അത് വളരെ വലുതായിരിക്കും. കാരണം ചെറിയ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ധാരാളം കാര്യങ്ങളായിട്ട് മാറുകയും ധാരാളം ഫലങ്ങൾ അത് സൃഷ്ടിക്കുകയും അത് വലിയ കാര്യമായിട്ട് മാറുകയും ചെയ്യും. വലിയ ഒരു കാര്യം വല്ലപ്പോഴും ചെയ്യുന്നതിനേക്കാൾ വലിയ ഫലം, ആത്മീയവും ഭൗതികവുമായ ഫലം ചെറിയ കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറും. ഇനി അതിൻ്റെ റിസൾട്ടിൻ്റെ തലത്തിൽ ആലോചിച്ചാലും അത് നിരന്തരമായി ചെയ്യുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ അതിൻ്റെ ഗുണഫലങ്ങൾ ധാരാളം ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യം ഏതെങ്കിലും ഒന്ന് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായി നമ്മൾ സ്വീകരിക്കുകയും എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിര സ്വഭാവമാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് വേണ്ടത്. ഒരു കാര്യം സ്ഥിരമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ മസ്തിഷ്കത്തിൽ തന്നെ മുദ്രിതമായിട്ട് മാറുകയാണ്. നമ്മളെ ഇപ്പോൾ രാവിലെ ഉണരാൻ ഒരു സമയത്ത് നമ്മൾ അലാറം വെക്കാറുണ്ട്. പക്ഷെ സ്ഥിരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഉണരുക എന്നത് തന്നെ, ഒരു സമയത്ത് ഉണരാൻ നമ്മൾ ശ്രമിച്ചാൽ പിന്നെ ഒരു അലാറത്തിൻ്റെ ആവശ്യമില്ലാതെ ശരീരം തന്നെ, മസ്തിഷ്കം തന്നെ നമ്മളെ ഉണർത്തുകയും ഒരു അലാറം പ്രവർത്തിക്കുന്നത് പോലെ മസ്തിഷ്കം ആ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് നമുക്ക് പലർക്കും അനുഭവമുള്ളതാണ്. ഇത് അക്കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യം സ്ഥിരമായി നമ്മൾ ശീലിച്ചാൽ അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ഒരു മുദ്രയായിട്ട് മാറുകയാണ്. അത് ചെയ്യാൻ പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിന് പകരം ശരീരം, മസ്തിഷ്കം നമ്മളോട് ഇങ്ങോട്ട് അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, പ്രേരിപ്പിക്കുന്നത്, അത് ചെയ്യാനുള്ള ഒരു പ്രലോഭനം
ഗുണപരമായ പ്രലോഭനം നമുക്കുണ്ടായിത്തീരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ അത് സ്ഥിരമായി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഒരു പുതുവത്സരത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് പ്രവാചകൻ പഠിപ്പിച്ച വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണ്.